സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഈ മാസം 28-ന് പ്രഖ്യാപിക്കാൻ സാധ്യത. ചിത്രങ്ങളുടെ സ്ക്രീനിംഗ് 27-ഓടെ പൂർത്തിയാക്കാനാണ് ജൂറിയുടെ ശ്രമം. ഇത് നീണ്ടാൽ മാർച്ച് 2-ന് മുൻപെങ്കിലും അവാർഡ് പ്രഖ്യാപിക്കാനാണ് തീരുമാനം. അതിനിടെ മികച്ച നടനും നടിയുമാകാൻ കടുത്ത മത്സരമാണ് ഇത്തവണ നടക്കുന്നത്. മികച്ച ചിത്രം, സംവിധായകൻ, നടൻ, നടി, സംഗീത സംവിധായകൻ തുടങ്ങിയ പ്രധാന അവാർഡുകളിലെല്ലാം മത്സരം കടുത്തതാണ്. പ്രശസ്ത സംവിധായകൻ കുമാർ സാഹ്നിയാണ് ജൂറി അധ്യക്ഷൻ. ഡോക്ടർ PK പോക്കറാണ് രചനാ വിഭാഗം ജൂറി അധ്യക്ഷൻ. സീനിയേഴ്സും ജൂനിയേഴ്സും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. മുഖ്യധാരയിലെ പ്രധാന നടന്മാരാണ് അവാർഡിനായി മത്സരിക്കുന്നത്. ഫഹദ് ഫാസിലും ജയസൂര്യയുമാണ് ഏറ്റവും മുന്നിലുള്ളത്. ഞാൻ പ്രകാശൻ, ഭരതൻ, കാർബൺ എന്നീ ചിത്രങ്ങളിലെ പ്രകടനത്തിനാണ് ഫഹദ് ഫാസിൽ മത്സരരംഗത്തുള്ളത്. ക്യാപ്റ്റൻ, ഞാൻ മേരിക്കുട്ടി എന്നീ ചിത്രങ്ങളുടേതിന് ജയസൂര്യയും ജോസഫിലേതിന് ജോജു ജോസഫ് എന്നിവർക്കുമാണ് കൂടുതൽ സാധ്യത. ഒടിയൻ, കായംകുളം കൊച്ചുണ്ണി എന്നിവയിൽ മോഹൻലാലും, കമ്മാര സംഭവത്തിൽ ദിലീപും, കുട്ടൻപിള്ളയുടെ ശിവരാത്രിയിൽ സുരാജ് വെഞ്ഞാറമ്മൂടും, കായംകുളം കൊച്ചുണ്ണിയിൽ നെവിൻ പോളിയും, ഒരു കുപ്രസിദ്ധ പയ്യൻ, തീവണ്ടി, മരഡോണ, എന്റെ ഉമ്മാന്റെ പേര് എന്നീ ചിത്രങ്ങളിൽ ടൊവിനോ തോമസ് എന്നിവരുമാണ് മികച്ച നടനുള്ള മത്സരരംഗത്തുള്ള മറ്റു പ്രമുഖർ. ഡിനു തോമസ് സംവിധാനം ചെയ്ത കൂദാശയിലെ മികച്ച അഭിനയത്തിലൂടെ ബാബുരാജും സുജിത് S നായർ സംവിധാനം ചെയ്ത വാക്ക് എന്ന ചിത്രത്തിൽ നായകനായി അഭിനയിച്ച സംവിധായകൻ MA നിഷാദും അവസാന റൗണ്ടിലെത്തുമെന്നാണ് സൂചന. മികച്ച നടിയാകാനുള്ള മത്സരത്തിലും യുദ്ധമാണ്. ആമി, ഒടിയൻ എന്നീ ചിത്രങ്ങളിലെ മഞ്ജു വാര്യരും, അരവിന്ദിന്റെ അതിഥികൾ, എന്റെ ഉമ്മാന്റെ പേര് എന്നിവയിൽ ഉർവശിയും, ക്യാപ്റ്റൻ എന്ന ചിത്രത്തിൽ അനു സിത്താരയും, തീവണ്ടിയിൽ സംയുക്ത മേനോനും, ഭരതൻ എന്ന ചിത്രത്തിൽ ഐശ്വര്യ ലക്ഷ്മി, ഓള് എന്ന ചിത്രത്തിൽ നിന്നും എസ്തർ എന്നിവർ തമ്മിലാണ് മത്സരം. ഇതിൽ അനു സിത്താരയ്ക്കാണ് കൂടുതൽ സാധ്യത വിലയിരുത്തുന്നത്. ക്യാപ്റ്റനിലെ വേഷം അതിഗംഭീരമെന്നാണ് വിലയിരുത്തൽ. മികച്ച ചിത്രത്തിനും സംവിധായകനുമുള്ള അവാർഡിനുള്ള മത്സരവും കടുകട്ടിയാണ്. പ്രവചനങ്ങൾ അസാധ്യവുമാണ്. ഷാജി N കരുൺ, TV ചന്ദ്രൻ എന്നിവർ ഏറെ കാലത്തിന് ശേഷം സിനിമയുമായി എത്തുന്നതാണ് ഇതിന് കാരണം. ഷാജി N കരുണിന്റെ ഓള്, TV ചന്ദ്രന്റെ പെങ്ങളില, ജയരാജിന്റെ രൗദ്രം, ശ്യാമപ്രസാദിന്റെ എ സൺഡേ, സത്യനന്ദിക്കാടിന്റെ ഞാൻ പ്രകാശൻ, മധുപാലിന്റെ ഒരു കുപ്രസിദ്ധ പയ്യൻ, അഞ്ജലി മേനോന്റെ കൂടെ, സക്കറിയയുടെ സുഡാനി ഫ്രം നൈജീരിയ, M മോഹനന്റെ അരവിന്ദന്റെ അതിഥികൾ, റോഷൻ ആൻഡ്രൂസിന്റെ കായംകുളം കൊച്ചുണ്ണി, സനൽകുമാർ ശശിധരന്റെ ചോല, പ്രിയനന്ദന്റെ സൈലൻസർ, ജയൻ ചെറിയാന്റെ കാബോഡി സ്കേപ്സ്, VK പ്രകാശിന്റെ പ്രാണ, അമൽ നീരദിന്റെ ഭരതൻ, ശ്രീകുമാർ മേനോന്റെ ഒടിയൻ, ഡിജോ ജോസ് ആന്റണിയുടെ ക്വീൻ, M പത്മകുമാറിന്റെ ജോസഫ്, ഫെല്ലിനിയുടെ തീവണ്ടി, ജീൻ മാർക്കോസിന്റെ കുട്ടൻപിള്ളയുടെ ശിവരാത്രി, രഞ്ജിത്ത് ശങ്കറിന്റെ ഞാൻ മേരിക്കുട്ടി എന്നിവയെല്ലാം മികച്ച ചിത്രമാകാനും മികച്ച സംവിധായക ചിത്രമാകാനും സാധ്യതയുള്ള കൂട്ടത്തിലാണ്. മികച്ച സംഗീത സംവിധായകനുള്ള മത്സരത്തിൽ M ജയചന്ദ്രനാണ് സാധ്യത. ഒടിയൻ, കൂടെ, ആമി, എന്റെ മെഴുതിരി അത്താഴങ്ങൾ എന്നീ ചിത്രങ്ങളിലാണ് ജയചന്ദ്രന്റെ ശ്രദ്ധേയ ഗാനങ്ങൾ. കൈലാസ് മേനോന്റെ തീവണ്ടിയും, ഫൈസൽ റാസിയുടെ പൂമരം, രഞ്ജിൻ രാജിന്റെ ജോസഫ് എന്നിവയും അവസാന ചിത്രത്തിലുണ്ട്. വിവിധ ചിത്രങ്ങളുമായി ഷാൻ റഹ്മാൻ, ഗോപി സുന്ദർ എന്നിവരും പ്രതീക്ഷ പുലർത്തുന്നു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമലിന്റെ ആമി, വൈസ് ചെയർപേഴ്സൺ ബീന പോൾ എഡിറ്റിംഗ് നിർവഹിച്ച വേണുവിന്റെ കാർബൺ എന്നീ സിനിമകൾ മത്സരിക്കുന്നുണ്ടെങ്കിലും കമലിനെയും ബീന പോളിനെയും അവാർഡിന് പരിഗണിക്കില്ല. ആകെ 104 സിനിമകളാണ് ഇത്തവണയുള്ളത്. 100 ഫീച്ചർ ചിത്രങ്ങളും കുട്ടികളുടെ 4 ചിത്രങ്ങളും. ജൂറി 3 ഗ്രൂപ്പായി തിരിഞ്ഞ് സിനിമ കാണുകയാണ്. കുമാർ സാഹ്നിയാണ് ജൂറി അധ്യക്ഷൻ. ജൂറിയിൽ സംവിധായകരായ ഷെറി ഗോവിന്ദൻ, ജോർജ് കിത്തു, ക്യാമറാമാൻ KG ജയൻ, സൗണ്ട് എഞ്ചിനീയർ മോഹൻദാസ്, നിരൂപകനും സംവിധായകനുമായ വിജയകൃഷ്ണൻ, എഡിറ്റർ ബിജു സുകുമാരൻ, സംഗീത സംവിധായകൻ PJ ഇഗ്നേഷ്യസ്, നടി നവ്യ നായർ എന്നിവരാണ് അംഗങ്ങൾ. ഡോക്ടർ PK പോക്കറാണ് രചനാ വിഭാഗം ജൂറി അധ്യക്ഷൻ. ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി മഹേഷ് പഞ്ചു 2 സമിതികളിലും മെമ്പർ സെക്രട്ടറിയാണ്.